Good morning. Now we are moving to the next proposition, that is proposition 2.2.1 statement. Let gamma from alpha beta to R2 be a unit speed curve. Let S naught belongs to alpha beta and let phi naught be such that gamma dot of S naught equal to cos phi naught comma sin phi naught. Then there is a unique smooth function phi from alpha beta to R such that phi of S naught equal to phi naught, and that the equation 2.6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹോൾഡ് ചെയ്യും ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഇക്വേഷൻ ഇതാണ്. ഗാമ ഡോട്ട് ഓഫ് എസ് ഇസ് ഈക്വൽ ടു cos phi of x comma sin phi of x for every s belongs to alpha beta. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ ആ കോസ് ഫൈയും സൈൻ ഫൈയും തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു യൂണിറ്റ് സ്പീഡ് കർവ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഗാമ ഡോട്ടിൻ്റെ കോസിൻ്റെയും സൈനിൻ്റെയും നമ്മൾ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, രണ്ട് വാല്യൂസാണ് നമുക്ക് കിട്ടുക. എന്ത് കോസ് അതായത് കോസിലും സൈനിലുള്ള രണ്ട് ആംഗിൾസിൽ ഈ തന്നിരിക്കുന്ന റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നാണ് പറയേണ്ടത്. അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷൻ ഫൈ ഉണ്ട്, ഫൈയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഇപ്പോൾ ഗാമ എന്ന് പറയുന്ന ഫങ്ഷൻ ആൽഫ ബീറ്റ ഡൊമെയിനും R2ലേക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സ്പീഡ് പാരാമീറ്ററൈസ്ഡ് കർവാണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻഡ് ഒരു എസ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയാണുള്ളത്? എസ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ് അതിൻ്റെ ഡൊമെയിൻ ആൽഫ ബീറ്റയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് ഗാമ ഡോട്ട് ഓഫ് എസ് നോട്ട് എന്നുള്ള പോയിൻ്റാണ് കേട്ടോ. ഗാമ ഡോട്ട് ഓഫ് എസ് നോട്ടാണ്, ഇത് എന്നല്ല കേട്ടോ, ഗാമയാണ്. ഗാമ ഡോട്ട് ഓഫ് എസ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റാണ് എവിടെയുള്ളത്? ആൽഫ ബീറ്റയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു എന്തുണ്ടാവും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഒരു ഫൈ നോട്ട് ഉണ്ടാകും. എങ്ങനെയാണ്? ഗാമ ഡോട്ട് ഓഫ് എസ് നോട്ട് എന്ന് പറയുന്നത് കോസ് ഫൈ നോട്ട് കോമ സൈൻ ഫൈ നോട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ യൂണീക്ക് സ്മൂത്ത് ഫങ്ഷൻ ഉണ്ടാകും വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് ഫൈ ഓഫ് എസ് നോട്ട് ഫൈ നോട്ടും ആയിരിക്കും ആൻഡ് ഗാമ ഡോട്ട് ഓഫ് എസിന് നമുക്ക് കോസ് ഫൈ ഓഫ് എക്സ് കോമ സൈൻ ഫൈ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും ഫോർ ഓൾ ആൽഫ ബീറ്റയ്ക്ക് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതിനുശേഷം അത് എന്താണ്, യുണീക്കാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെന്ത് ചെയ്തു, ആദ്യം ഗാമ ഡോട്ട് എന്ന് പറയുന്നത് ഗാമ ഡോട്ട് ഓഫ് എസ് നമ്മൾ സം എഫ് ഓഫ് എക്സ് കോമ ജി ഓഫ് എക്സ് എന്നെടുത്തു. ഓക്കെ, ഗാമ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. സോ ഗാമ ഡോട്ടും എന്തായിരിക്കും, ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു, ഒരു ഗാമ ഡോട്ട് എടുത്തു. ഇനി നമുക്കറിയാം ഗാമ യൂണിറ്റ് സ്പീഡ് കർവാണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ നോം വാല്യൂ എന്തായിരിക്കും? അതായത് നോം ഗാമ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. അതായത് എന്ത് വരും, ശരിക്കും ഇവിടെ വരിക എന്താണ്, എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും ഫോർ ഓൾ എക്സിന്. കാരണം എന്തുകൊണ്ടാണ്? ഗാമ യൂണിറ്റ് സ്പീഡ് ആയതുകൊണ്ട്. ഇനി നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫൈ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അത് സ്മൂത്ത് ആണെന്നും അത് യൂണീക്ക് ആണെന്നുമാണ് ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫൈ ഡിഫൈൻ ചെയ്തു. ഫൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഫൈ നോട്ട് പ്ലസ് ഇൻറ്റഗ്രൽ എസ് നോട്ട് ടു എസ് എഫ് ജി ഡോട്ട് മൈനസ് ജി എഫ് ഡോട്ട് ഡി ടി എന്ന് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്കറിയാം ഈ ഒരു ഡിഫൈൻ ചെയ്തതിൽ നിന്ന് ഫൈ ഓഫ് എസ് നോട്ട് നമുക്ക് എന്ത് കിട്ടും? ഫൈ ഓഫ് എസ് നോട്ട് ശരിക്കും എന്താ വരിക? ഫൈ നോട്ട് പ്ലസ് ഇൻറ്റഗ്രൽ എസ് നോട്ട് ടു എസ് നോട്ടാണ്. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ കംപ്ലീറ്റ് ആയിട്ട് എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആയിപ്പോയില്ലേ. സോ ആ വാല്യൂ എന്തായിട്ട് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് വരും. സോ എന്ത് കിട്ടും? ഫൈ ഓഫ് എസ് നോട്ട് ഫൈ നോട്ടാണെന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഫൈ ഓഫ് എസ് നോട്ട് ഫൈ നോട്ടാണ്. ഇനി നമുക്കറിയാം എഫും ജിയും സ്മൂത്ത് ഫങ്ഷൻസ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഫൈ എന്ന് പറഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫിലും ജിയിലുമാണ്. സോ എഫും ജിയും സ്മൂത്താണ്. ഫൈ ഡോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫിലും ജിയിലും ആയതുകൊണ്ട് എന്തായാലും ഫൈയും എന്തായിരിക്കും? സ്മൂത്ത് ആയിരിക്കും.
സോ ഫൈയും എന്താണ് സ്മൂത്താണ് അല്ലേ. ഓക്കെ, നൗ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് ഫൈ എസും ജി ഓഫ് എക്സ് സൈൻ ഫൈ എക്സും അല്ലേ. അത് ഒരു പുതിയ അത് പിന്നെ അതിനെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്, ക്യാപിറ്റൽ എഫ്. ഓക്കെ, ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു എഫ് കോസ് ഫൈ പ്ലസ് ജി സൈൻ ഫൈയും അതുപോലെ ക്യാപിറ്റൽ ജി ഈക്വൽ ടു എഫ് സൈൻ ഫൈ മൈനസ് ജി കോസ് ഫൈ എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ എഫ് ഡോട്ട് കണ്ടുപിടിക്കണം. എഫ് ഡോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സ്റ്റെപ്പ് വേണ്ട കേട്ടോ. എഫ് ഡോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്താ ഇതിൽ പിന്നെ അതായത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക വിത്ത് എന്ത് ചെയ്യുക, കോസ് ഫൈന് എന്ത് ചെയ്യുക, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, കോസ് ഫൈയിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ എന്ത് ചെയ്യാം, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡോട്ട് ഈക്വൽ ടു സ്മോൾ എഫ് ഡോട്ട് കോസ് ഫൈ മൈനസ് എഫ് സൈൻ ഫൈ ഇൻറ്റു ഫൈ ഡോട്ട് പ്ലസ് ജി കോസ് ഫൈ ഇൻറ്റു ഫൈ ഡോട്ട് പ്ലസ് ജി ഡോട്ട് സൈൻ ഫൈ എന്ന് കിട്ടും. ഇനി ഇതിൽ കോമൺ ആയിട്ട് കോസ് ഫൈ ഉള്ള ടേമിനെയൊക്കെ ഒരുമിച്ച് എഴുതി, സൈൻ ഫൈ ഒക്കെ ഉള്ള ടേമിനെ ഒരുമിച്ച് എഴുതി. അപ്പോൾ എന്ത് വരും, എഫ് ഡോട്ട് പ്ലസ് ജി ഫൈ ഡോട്ട് ഇൻറ്റു കോസ് ഫൈ പ്ലസ് ജി ഡോട്ട് മൈനസ് എഫ് ഫൈ ഡോട്ട് ഇൻറ്റു സൈൻ ഫൈ എന്ന് എഴുതി. ഓക്കെ, നൗ ഇനി നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം, പക്ഷെ നമുക്കറിയാം, ബട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, ഓൾറെഡി എന്ത് നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇത് എഴുതാം, ബട്ട് എന്തുണ്ട്, എഫ് ഡോട്ട് പ്ലസ് ജി ഫൈ ഡോട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഡോട്ട് പ്ലസ് ജി ഇൻറ്റു ഫൈ ഡോട്ടിന് പകരം ഇപ്പോൾ കണ്ടുപിടിച്ച ആ എക്സ്പ്രഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് എഫ് ജി ഡോട്ട് മൈനസ് ജി എഫ് ഡോട്ടാണ്, മുന്നേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, എന്നിട്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എഫ് ഡോട്ട് പ്ലസ് എഫ് ജി ഡോട്ട് മൈനസ് ജി സ്ക്വയർ എഫ് ഡോട്ട് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇനി ഇത് രണ്ടിൽ നിന്നും എഫ് ഡോട്ട് പുറത്തെടുത്താൽ എഫ് ഡോട്ട് ഇൻറ്റു 1 മൈനസ് ജി സ്ക്വയർ പ്ലസ് എഫ് ജി ഡോട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് എഫ് ഡോട്ട് എഫ് സ്ക്വയർ പ്ലസ് എഫ് ജി ഡോട്ട് എന്ന് കിട്ടും. ഇതൊന്ന് എഫ് കോമൺ ആയി പുറത്തെടുത്താൽ എഫ് ഇൻറ്റു എഫ് ഡോട്ട് പ്ലസ് ജി ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നായി അല്ലേ. അതെങ്ങനെയാണ് 0 എന്നായത്? ഓക്കെ, 0 ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഗാമ എന്ന് പറയുന്ന ഒരു വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഐ പ്ലസ് ജി ഡോട്ട് ജെ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗാമ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗാമ ഡോട്ട് എന്ന് പറയുന്നത് ഗാമ എന്ന് പറയുന്ന വെക്റ്റർ എന്താണ്, എഫ് ഐ പ്ലസ് ജി ജെ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ജി ജെ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗാമ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഡോട്ട് ഐ പ്ലസ് ജി ഡോട്ട് ഐ ആയിരിക്കും, ജെ ആയിരിക്കും അല്ലേ. ഇനി നമുക്കറിയാം ഗാമയും ഗാമ ഡോട്ടും, ഗാമയുടെ പാരാമീറ്ററൈസേഷനാണ് ഗാമ ഡോട്ട്, അത് യൂണിറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. നമ്മളൊരു പ്രപ്പോസിഷൻ പഠിച്ചിട്ട് എൻ ഇൻറ്റു എൻ ഡോട്ട് എന്താ, ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് എന്ത് പറയാൻ പറ്റും, ഗാമ ഇൻറ്റു ഗാമ ഡോട്ട് എന്തായി, 0 ആയി. സോ അതിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുവരും, മൊത്തത്തിൽ എഫ് ഇൻറ്റു എഫ് ഡോട്ട് അപ്പോൾ 0 ആയി, ജി ഇൻറ്റു ജി ഡോട്ട് 0 ആയി. സോ ഇത് മൊത്തം എന്തായി, 0 ആയിട്ട് പോകും. ഓക്കെ, നൗ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജി ഡോട്ട് മൈനസ് എഫ് ഐ ഡോട്ട് 0 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നതെന്നൊന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, അത് നിങ്ങൾക്കുള്ള വർക്കാണ്. ഓക്കെ, അത് ചെയ്യുക. അതായത് സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ജി ഡോട്ട് മൈനസ് എഫ് ഐ ഡോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അപ്പോൾ രണ്ട് കേസിലും എഫ് ഡോട്ട് എന്ന് പറയുന്നത്, അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എഫ് ഡോട്ട് നമുക്ക് എന്ത് കിട്ടും, അതായത് ഈ ബ്രാക്കറ്റിലുള്ള ഈ രണ്ട് ടേമാണ് നമുക്കിപ്പോൾ 0 കിട്ടിയത് അല്ലേ. അപ്പോൾ 0 ഇൻറ്റു കോസ് ഫൈ പ്ലസ് 0 ഇൻറ്റു സൈൻ ഫൈ എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഡോട്ടാണ് ഇപ്പോൾ 0 ആണ് കിട്ടിയത്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഡോട്ട് എന്തായി, 0 ആയി. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യാപിറ്റൽ എഫ് ഡോട്ട് 0 ആണ്. സോ എഫ് എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 0 ആയി വന്നത്. സോ എഫ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ജിയും എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നൗ ഇനി നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് നോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ എസ് നോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ സ്മോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഫൈ കോസ് ഫൈ നോട്ട് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് ഇൻറ്റു സൈൻ ഫൈ നോട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കോസ് ഫൈ ആണ് അല്ലേ, ഓൾറെഡി ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ജി ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ഫൈ ആണ്. സോ ഇത് രണ്ടും കൂടി കോസ് സ്ക്വയർ ഫൈ നോട്ട് പ്ലസ് സൈൻ സ്ക്വയർ ഫൈ നോട്ടായി. സോ അതിൻ്റെ വാല്യൂ എന്താണ്, 1 ആണെന്ന് കിട്ടി. ഓക്കെ, ഇതുപോലെ തന്നെ ജി ഓഫ് എക്സ് നോട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ്
എക്സ് നോട്ട് സൈൻ ഫൈ നോട്ട് മൈനസ് ജി ഓഫ് എക്സ് നോട്ട് കോസ് ഫൈ നോട്ട് എന്ന് കിട്ടും. അതായത് എന്തുവരും, എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ഫൈ നോട്ടാണ്. അപ്പോൾ കോസ് ഫൈ നോട്ട് ഇൻറ്റു സൈൻ ഫൈ നോട്ട് മൈനസ് സൈൻ ഫൈ നോട്ട് ഇൻറ്റു കോസ് ഫൈ നോട്ട് എന്ന് കിട്ടും. സെയിം ക്വാണ്ടിറ്റിയാണ്. ദിസ് ബിക്കെയിം 0. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്, എഫ് കോസ് ഫൈ പ്ലസ് ജി സൈൻ ഫൈ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. ആൻഡ് എഫ് സൈൻ ഫൈ മൈനസ് ജി കോസ് ഫൈ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, 0 ആണ് ഫോർ എവരി എസിനെന്ന് കിട്ടി. ഓക്കെ, നൗ ഇനി നമ്മൾ എന്താണ് ഇത് ഓക്കെ, അപ്പോൾ അതായത് എന്താണ് ഈ രണ്ട് സോ നമുക്ക് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എഫ് എടുക്കാൻ പറ്റുക. എഫ് ഈക്വൽ ടു കോസ് ഫൈയും ജി ഈക്വൽ ടു സൈൻ ഫൈയും ആകുമ്പോഴാണെന്ന് കിട്ടും. സോ അങ്ങനെ ആകുന്ന രീതിയിൽ മാത്രമേ ഫൈ എന്ത് ചെയ്യുള്ളൂ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉള്ളൂ. സോ നമ്മൾ ഫൈ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ത് കണ്ടീഷൻ, ഗാമ ഡോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഫൈ ഓഫ് എക്സ് സൈൻ ഫൈ ഓഫ് എക്സ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അങ്ങനെ ഒരു ഗാമ ഡോട്ട് കിട്ടി. അപ്പോൾ ഒരു ഗാമ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എന്ത് പ്രൂവ് ചെയ്യണം, ഈ റെപ്രസെൻറ്റേഷൻ യൂണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ യൂണീക്ക്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കോസിന് രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസും സൈനും 2 ഡിഫറെൻറ്റ് വാല്യൂസ് എടുത്താൽ അത് ഈക്വൽ ആണ് എന്നുള്ളത് പറഞ്ഞാൽ മതി അല്ലേ. രണ്ട് ഫംഗ്ഷനും 2π പീരീഡ് ആയിരിക്കുമല്ലോ, ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ ഫൈ എന്ന് പറയുന്ന വേറൊരു സ്മൂത്ത് കർവ് ആണ് വിത്ത് സൈ എന്ന് പറയുന്ന വേറൊരു സ്മൂത്ത് കർവ് ആണ് വിത്ത് സൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഫൈ നോട്ട് എന്നെടുത്തു. ആൻഡ് ഗാമ ഡോട്ട് ഈ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് കോസ് psi of x sin psi of x for all x belongs to alpha beta. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പീരീഡ് വരിക 2π പീരീഡ് ആണല്ലോ വരിക. സോ അതുകൊണ്ട് ഇതിൻ്റെ psi of x മൈനസ് phi of x എന്ന് പറയുന്നത് എന്തായിരിക്കും, സം 2π n of x ആയിരിക്കും. ഓക്കെ, ശരിക്കും 2π എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ, ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ആൽഫ ബീറ്റയ്ക്ക്. അതായത് എൻ ഓഫ് എക്സ് എസ് ഡിഫറെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എൻ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ട് വരും അല്ലേ. ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും നമുക്ക് എൻ ഓഫ് എക്സിനും കിട്ടുക. ഓക്കെ, സോ ഫൈയും ആണെന്ന് കിട്ടും. ഇനി ഫൈയും സൈയും സ്മൂത്ത് ഫംഗ്ഷൻ ആയതുകൊണ്ട് സ്മൂത്ത് ഫംഗ്ഷനും ആണ്, അത് കണ്ടിന്യൂസ് ഫംഗ്ഷനും ആണ്. ഓക്കെ, സ്മൂത്ത് ഫംഗ്ഷനും ആണ്, കണ്ടിന്യൂസ് ഫംഗ്ഷനും ആണ്. സോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം ഈ ഫംഗ്ഷൻസ് എൻ ഓഫ് എക്സ് നോട്ടും എൻ ഓഫ് എസ് വണ്ണും, ഓക്കെ, രണ്ട് ഫംഗ്ഷൻസ് എൻ ഓഫ് എക്സ് വണ്ണും എൻ ഓഫ് എക്സ് നോട്ടും എന്താണ്, ഇടയിലുള്ള എല്ലാ വാല്യൂകൾക്കും എന്തായിരിക്കും, നമുക്ക് എൻ ഓഫ് എക്സ് നോട്ടിനും എൻ ഓഫ് എക്സ് വണ്ണിനും ഇടയിലുള്ള എല്ലാ വാല്യൂകളും ഇൻറ്റീജർ വാല്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയിൽ നോൺ ഇൻറ്റീജർ വാല്യൂസ് ഉണ്ടാകാം അല്ലേ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എൻ ഓഫ് എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ. അതായത് എന്താ, എൻ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്താവാം, എൻ ഓഫ് എക്സ് നോട്ട്, അതായത് ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഫൈ ഓഫ് എക്സ് നോട്ട് മൈനസ് സൈ ഓഫ് എക്സ് നോട്ട് ഒരു 2π n നോട്ട് ആയിരിക്കും. ഓക്കെ, ഇൻറ്റീജർ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് അപ്പോൾ അവിടെ എൻ ഓഫ് പൈ എന്ന് പറയുന്ന എന്നിൻ്റെ വാല്യൂ എന്താവാൻ സാധ്യതയുണ്ട്, അതായത് ഡിഫറെൻറ്റ് വാല്യൂ വരാം. അതായത് സൈ ഓഫ് എക്സ് നോട്ട് മൈനസ് ഫൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 2π n നോട്ട് ആണ്. ബട്ട് ഇവിടെ 2π 0 വരും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താവാം, 0 ആവാം. എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് എന്താവും, 0 ആകും. എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എക്സ് ഫൈ ഓഫ് എക്സിനോട് ഈക്വലൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി ഓക്കെ, എന്നൊരു കോൺസ്റ്റൻറ്റ്, ഇനി എൻ ഓഫ് എക്സ് നോട്ടും എൻ ഓഫ് എക്സ് വണ്ണും ഈക്വൽ അല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഈക്വൽ അല്ലാത്ത കേസിൽ ഏതോ ഒരു എസ് വണ്ണിന് ആൽഫ ബീറ്റയിൽ, അങ്ങനെയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എൻ നോട്ടിന് എന്തുണ്ടാവില്ല, അതായത് ഫുൾ ഇൻറ്റീജർ വാല്യൂസ് അല്ല ഉണ്ടാവുക അല്ലേ, നോൺ ഇൻറ്റീജേഴ്സ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് എസ് നോട്ടിനും എസ് വണ്ണിനും ഇടയിൽ നോൺ ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ എൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആവും. എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എക്സ് നോട്ടും ഫൈ ഓഫ് എക്സ് നോട്ടും ഈക്വൽ ആകും. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവിടെ എൻ എന്തായി പോവും, ഈക്വൽ ആകാന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ഡിഫറൻസ് 0 ആകുക എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ 2π n എന്ന് പറയുന്ന എന്നിൻ്റെ വാല്യൂ 0 ആകുക എന്നുള്ളതാണ്. ഡിഫറൻസ് ഈക്വൽ ടു സം അതായത് psi of x മൈനസ് phi of x എന്ന് പറയുന്നത് സം ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് n of x ആവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2π × 0 വരുന്ന കേസാണ്. സോ n ഇവിടെ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. സോ n 0 ആയാൽ phi of x psi of x ഈക്വലൻ്റ് ആവും ഫോർ ഓൾ x ബിലോങ്സ് ടു ആൽഫ ബീറ്റ. സോ നമ്മൾ വേറൊരു സൈ ഫംഗ്ഷൻ എടുത്തു ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. സോ അങ്ങനെ ഒരു സൈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്താൽ അത് അത് സൈ എന്ത് തന്നെയായിരിക്കും? ഫൈ തന്നെയായിരിക്കും. അതായത് വേറൊരെണ്ണം എക്സിസ്റ്റ് ചെയ്യില്ല, അത് യുണീക്ക് ആയിരിക്കും, അത് ഫൈ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൈ ഈക്വൽ ടു 5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സിന് എക്സ് ബിലോങ്സ് ടു ആൽഫ ബീറ്റ എന്നാണ് പറഞ്ഞത്. സോ യുണീക്നെസ് ആയില്ലേ. സോ ഈ തിയറം പ്രകാരം അങ്ങനെ ഒരു ഫംഗ്ഷൻ ഫൈ എക്സിസ്റ്റ് ചെയ്യും വിത്ത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ, വിത്ത് ഫൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഫൈ നോട്ടും ആൻഡ് ഗാമ ഡോട്ട് ഓഫ് എസ് എന്ന് പറയുന്നത് കോസ് ഫൈ ഓഫ് എക്സ് സൈൻ ഫൈ ഓഫ് എക്സ് ആയിരിക്കും ഫോർ ഓൾ എക്സ് ബിലോങ്സ് to alpha beta. Okay.